അമിതമായ തോതിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് കിഡ്നിയെ വരെ ഇത് ബാധിച്ചേക്കാം. മഞ്ഞൾ ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. മാത്രമല്ല, നമ്മുടെ അടുക്കളയിലും വളരെ കാലമായി സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ മഞ്ഞളുണ്ട്. അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് തന്നെ പരമ്പരാഗത വൈദ്യത്തിൽ വളരെ കാലമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്നു. മഞ്ഞളിന്റെ പ്രാഥമിക ബയോ ആക്റ്റീവ് ഘടകമായ കുർക്കുമിൻ ഒരു ഫലപ്രദമായ ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും അത് വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഏഷ്യൻ ഹോസ്പിറ്റലിലെ നെഫ്രോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ റിതേഷ് ശർമ്മ പറയുന്നത്, മിതമായ അളവിൽ മഞ്ഞൾ കഴിക്കുമ്പോൾ സാധാരണയായി വൃക്കകൾക്ക് ഇതുമൂലം വിഷാംശം ഉണ്ടാകുന്നില്ല. എന്നാൽ അമിതമായ അളവിൽ മഞ്ഞൾ കഴിക്കുമ്പോൾ മൂത്രത്തിലെ ഓക്സലേറ്റിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയും ഇത് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. കൂടാതെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഉയർന്ന അളവിൽ മഞ്ഞളിന്റെ ഉപയോഗം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അധിക രാസവസ്തുക്കൾ ഫിൽറ്റർ ചെയ്യാൻ കിഡ്നിക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതിനാലാണിത്. മോളിക്കുലാർ ഡൈവേഴ്സിറ്റി പ്രിസർവേഷൻ ഇന്റർനാഷണൽ നടത്തിയ പഠനത്തിൽ മഞ്ഞളിന്റെ പ്രാഥമിക ബയോ ആക്റ്റീവ് ഘടകമായ കുർക്കുമിൻ അമിതമായി ശരീരത്തിലെത്തുന്നത് വൃക്കകളിൽ വിഷാംശം ഉണ്ടാക്കുകയും വൃക്ക സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകുകയും ചെയ്യുമത്രേ. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ചെറിയ അളവിൽ മഞ്ഞൾ ചേർക്കുന്നത് ഗുണപ്രദമാണ്. അതേസമയം കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അമിതമായി മഞ്ഞൾ ഉപയോഗിക്കരുത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഇലക്കറികൾ, ബദാം പോലുള്ളവ മഞ്ഞൾ ചേർക്കുന്നത് വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് അധിക വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും. നിങ്ങൾക്ക് വൃക്കരോഗമോ വൃക്കയിൽ കല്ലോ ഉണ്ടെങ്കിൽ മഞ്ഞൾ ഉപയോഗത്തിൽ ജാഗ്രത കാണിക്കുകയും ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. പേരെ ഒരു മനസാക്ഷിയുമില്ലാതെ കൊന്നുതള്ളിയ അഫാൻ എന്ന യുവാവിന്റെ ചെയ്തികളിൽ ഞെട്ടലോടെയാണ് ഇന്ന് കേരളമുള്ളത്. വിചിത്രമായ കാരണങ്ങൾ മെനഞ്ഞ് ഒരു കുടുംബത്തെ തന്നെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ടിലേക്ക്. 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മാതാവിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത അഫാൻ കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് വിചിത്ര ന്യായങ്ങൾ. ആദ്യം ഇയാൾ സ്വന്തം മുത്തശ്ശിയെ തന്നെയാണ് കൊലപ്പെടുത്തിയത്. പിന്നീട് പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തിയ ഇയാൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യം കൂടി മനസ്സിൽ വെച്ചാണ്. പണ്ട് തന്റെ അമ്മയെ ലത്തീഫ് അസഭ്യം പറഞ്ഞിരുന്നുവെന്നും അതുകൂടി തന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. ശേഷം ആത്മഹത്യ ചെയ്യാമെന്ന് ഉറപ്പിച്ചെങ്കിലും താൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി വീട്ടിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. തന്നെ വിശ്വസിച്ച് വന്ന ഫർസാന ഒറ്റയ്ക്കാകാതിരിക്കാനാണ് അവളെ കൂടി കൊലപ്പെടുത്തിയത്. അഫാന്റെ വീട്ടിൽ നിന്ന് മന്തിയുടെയും സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തു. കൊലയ്ക്ക് മുൻപ് അഫാൻ അനിയന് മന്തി വാങ്ങിക്കൊടുത്തെന്നാണ് സൂചന. 2 ദിവസങ്ങൾക്ക് മുൻപാണ് അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ഫർസാനയും അഫാനുമായി കുറച്ചു കാലങ്ങളായി പ്രണയത്തിലായിരുന്നു. എന്നാൽ പിതാവിന്റെ മാതാവ് സൽമ ബീവി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തു. പ്രതി ആദ്യം കൊലപ്പെടുത്തിയതും സൽമ ബീവിയെ തന്നെയാണ്. അഫാന്റെ വീട്ടിലെ ഏത് കാര്യത്തിനും സഹകരിക്കുന്നവരാണ് അഫാന്റെ പിതാവിന്റെ സഹോദരനായ ലത്തീഫും ഭാര്യ ഷാഹിദയും. ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണയും അഫാന് ലഭിച്ചില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും സൂചിപ്പിക്കുന്നു. ഫർസാന PG വിദ്യാർത്ഥിയായിരുന്നു. ഫർസാനയുടെ നെറ്റിൽ വലിയ ദ്വാരമെന്ന് തോന്നിക്കുന്ന മുറിവുകളുണ്ടെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ആശുപത്രിയിൽ വന്നില്ല. ചുറ്റിക കൊണ്ട് നിരവധി തവണ അടിച്ചതിനാലാകാം ഇത്തരമൊരു മുറിവെന്നും ആശുപത്രിയിലുള്ള ജനപ്രതിനിധികൾ അറിയിച്ചു. അഫാന്റെ മാതാവിന്റെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ്. അരുംകൊലയ്ക്ക് ശേഷം താൻ എലിവിഷം കഴിച്ചെന്ന പ്രതി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ലഹരിക്ക് അടിമയാണെന്നും പോലീസ് പറയുന്നു. അഫാൻ പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയ പ്രതി നാട്ടിൽ വന്ന ശേഷമാണ് പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. പ്രതിയുടെ അമ്മ ക്യാൻസർ ബാധിതയായിരുന്നു. അഫാന്റെ സഹോദരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.
Just to say, I was not out, so I'm still planning out. First man to get a double 100 is the old rule. Okay, for him it was just another day in the park, but I think from him we've learned no matter how high or great you are, always be humble, and he's always there for us. Thank you, buddy.